സംസ്ഥാനത്തെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ പോലീസിന് സ്വമേധയാ നടപടിയെടുക്കാമെന്ന് മുൻ പ്രോസിക്യൂഷൻ DG ടി അസഫ് അലി. കുറ്റകൃത്യം സംബന്ധിച്ച് മജിസ്ട്രേറ്റിനെ അറിയിച്ച ശേഷം മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം പോലീസിന് നിയമ നടപടികളിലേക്ക് കടക്കാൻ വ്യവസ്ഥയുണ്ട് എന്ന് അസഫ് അലി മീഡിയ വണ്ണിനോട് പറഞ്ഞു. വോട്ട് കൊള്ളയിൽ കേസെടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് CPI നേതാവ് VS സുനിൽകുമാറും മീഡിയ വണ്ണിനോട് പറഞ്ഞു. വോട്ട് ചേർക്കുന്നതിനായി ഫോം 6-ൽ എഴുതി നൽകുന്ന വിവരങ്ങൾ വ്യാജമാണെങ്കിൽ മജിസ്ട്രേറ്റിനെ സമീപിച്ച് പോലീസിന് റിപ്പോർട്ട് നൽകാം. തുടർന്ന് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം കേസെടുക്കാമെന്നും നിയമവിദഗ്ധർ പറയുന്നു. കൂടാതെ വഞ്ചനാക്കുറ്റം, ആൾമാറാട്ടം തുടങ്ങിയവയ്ക്ക് പോലീസിനും സ്വമേധയാ കേസെടുക്കാം. അപ്പോൾ അങ്ങനെ കളവായ വിവരങ്ങൾ വെച്ച് ഫോം 6 ഒപ്പിട്ട് കൊടുത്തിട്ടാണ് വോട്ട് ചേർത്തത് എങ്കിൽ സ്വാഭാവികമായി 1950 ജനപ്രാതിനിധ്യ നിയമം 31-ാം വകുപ്പ്, പിന്നെ പഴയ IPC ചതി, ഇതൊരു ചതിയാണ്. പിന്നെ പഴയ IPC തന്നെ ഒരു 205 ഉണ്ട്, അതായത് ആൾമാറാട്ടം. ഈ വകുപ്പുകളെല്ലാം വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ബാധ്യസ്ഥരാണ്. വോട്ട് കൊള്ളയിൽ കേസെടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണെന്ന് VS സുനിൽകുമാറും പ്രതികരിച്ചു. വ്യക്തതയോടുകൂടിയിട്ടും കൃത്യതയോടും കൂടിയിട്ട് അവധാനതയോടുകൂടി തീരുമാനം എടുക്കുക എന്നുള്ളതാണ് പക്വമായ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ട കാര്യം. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ സംസ്ഥാന ഇലക്ടറൽ ഓഫീസർക്കും കോടതിയെ സമീപിച്ച് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. അഹമ്മദ് മുജ്തബ, മീഡിയ 1, കൊച്ചി.